മണ്ണില്ലാതെ കൃഷി സാധ്യമാണോ? അത് സാധ്യമാണ് എന്ന് തെളിയിക്കുകയാണ് മറുനാടൻ കർഷക സംഘടനയുടെ നാഷണൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. കർണാടകയിലെ നഞ്ചങ്കോട് ഭൂമി പാട്ടത്തിനെടുത്താണ് ഇവർ മണ്ണ് രഹിത ഇഞ്ചി കൃഷി നടത്തുന്നത്. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും കൃഷി ഇറങ്ങും. കാര്യം മണ്ണില്ലാത്താണല്ലോ നമ്മുടെ പ്രശ്നം. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നഞ്ചൻകോടുള്ള പാട്ടഭൂമിയിലെ ഈ പച്ചപ്പ് ഇഞ്ചിത്തോട്ടമാണ്. ഒരു തരി മണ്ണ് പോലുമില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാൻ കഴിയുമെന്ന പാഠം ഇവിടെ നിന്നും അറിയാം. ഗ്രോബാഗിൽ ചകിരിച്ചോറ് നിറച്ച് തൈ നടുന്നതാണ് രീതി. വളവും കീടനാശിനിയും വെള്ളവുമെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ നൽകാൻ കഴിയും. 100 വർഷം വരെ ഒരേ സ്ഥലത്ത് സാധാരണ ഒരു ഇഞ്ചി കൃഷി ചെയ്താൽ ഒരു 10 വർഷത്തേക്ക് ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം കേട് കാര്യങ്ങൾ കൂടും. ഇത് ഇങ്ങനെ ഈ വീട് മാറ്റ്, ഈ കളമാറ്റ് ഇട്ട് കള വരാതിരിക്കാനുള്ള മാറ്റ് ഉപയോഗിച്ചിട്ട് ഈ ബാഗിനകത്ത് ചകിരിച്ചോറ് നിറച്ച് ആ ചകിരിച്ചോറിൽ ട്രിപ്പ് ഇറിഗേഷൻ മുഖേന എല്ലാ വളങ്ങളും കൊടുക്കുക. അത്യാവശ്യം പുഴു കാര്യങ്ങൾക്കുള്ള കീടനാശിനികൾ മേലെ അടിക്കുക. രാജ്യത്ത് തന്നെ ഈ പരീക്ഷണം ആദ്യമെന്ന് NFPOA ചെയർമാൻ കൂടിയായ ഫിലിപ്പ് ജോർജ് പറയുന്നു. ഒരു ഗ്രോ ബാഗ് കൃഷിയോഗ്യമാക്കുന്നതിന് 60 രൂപയാണ് ചിലവ് വരിക. ഇത് വീണ്ടും വീണ്ടും അണുവിമുക്തമാക്കി ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ പ്രാരംഭ ചിലവ് മാത്രമേ വരൂ. കൂലി ചിലവും വലിയ തോതിൽ ലാഭിക്കാം. ഈ കൃഷി നമുക്ക് നമ്മുടെ വയനാട്ടിൽ 10 സെൻറ്റ് സ്ഥലമുള്ള ആൾക്ക് പോലും ഒരു 100-200 ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ അവരുടെ ഇഞ്ചി കൃഷി അവരുടെ ഉപജീവന മാർഗം ഇതായി മാറ്റാൻ പറ്റും. ഇഞ്ചി കർഷകർക്ക് വെല്ലുവിളിയായ കടചീയൽ രോഗബാധ, മഞ്ഞളിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ പടരാതിരിക്കാനുള്ള വഴി കൂടിയാണ് ഈ കൃഷിരീതി. ഏറ്റവും മികച്ച വിത്ത് ലഭ്യമാകാനും ഇതുവഴി സാധിക്കും. മണ്ണുരഹിത കൃഷിയിൽ ഇത് പുതുപരീക്ഷണം. വയനാടിനും അനുകരിക്കാവുന്ന മാതൃക. മനു ദാമോദരനൊപ്പം നഞ്ചൻകോട് നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.